Hi students, നമ്മൾ ഇന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂൾ 3-ലെ ജോയിൻറ്റ് പ്രൊഡക്ട്സ് ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന യൂണിറ്റ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ജോയിൻറ്റ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത 2-3 പ്രോബ്ലം, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് നോക്കാം. ജോയിൻറ്റ് പ്രൊഡക്റ്റ് റെപ്രസെൻറ്റ് 2 or more products of almost equal importance. Which are produced in natural proportions simultaneously from the same material in the same process. These products may be saleable without further processing or after ഫർദർ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ട്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡാമേജ് കൊണ്ട് അതൊരു സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു പ്രൊഡക്ട്സ് ആയിട്ടായിരുന്നു ഡീമോഡലേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അവിടെ 2 or 3 അതിലധികമോ പ്രൊഡക്ട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഡിഫറെൻറ്റ് കോസ്റ്റ് നമുക്കാകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇതിനൊരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആർ 2 or more products separated in the course of processing, each having a sufficient high saleable value to merit recognition as a main product. അപ്പം നോക്കിയേ, ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ആവുന്നു. അതിന് ആ സ്പ്ലിറ്റായ പ്രൊഡക്റ്റിനെല്ലാം സെയിലബിൾ വാല്യൂവും ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓയിൽ റിഫൈനിങ് നോക്കിയേ, ഗ്യാസ് ഓയിൽ, പെട്രോൾ, ഡീസൽ, അങ്ങനെ നോക്കി ഒരു ഓയിൽ റിഫൈനറിയിൽ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓയിൽസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ ഫ്ലോർ മില്ലിൽ നമ്മൾ നോക്കിയാൽ വീറ്റ് ഫ്ലോർ ഉണ്ട്, ബ്രൗൺ ഫ്ലോർ ഉണ്ട് അല്ലേ. അങ്ങനെ പല ഫ്ലോർസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഡയറീസ് എടുത്തു കഴിഞ്ഞാൽ മിൽക്ക് മാത്രമല്ല അല്ലേ, ബട്ടർ, ക്രീം, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ട്സ് വേറെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് അല്ലെ, അപ്പോർഷൻമെൻറ്റ്. ഇതിലെ കോസ്റ്റിനെ എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യുന്നത്, പല മെത്തേഡ്സ് യൂസ് ചെയ്താണ് ഇതിലെ കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൽ നമ്മൾ കുറേ മെത്തേഡ്സ് നോക്കാം. ഏതൊക്കെയാണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് നോക്കാം, അല്ല അക്കൗണ്ടിങ് ഓഫ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റിനെ ചോദിക്കാം. അതിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആയ നമുക്കൊരു 8 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ്, രണ്ടാമത്തെ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, മൂന്നാമത്തെ സർവേ മെത്തേഡ്, 4 കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ്, 5 മാർക്കറ്റ് വാല്യൂ അറ്റ് സെപ്പറേഷൻ പോയിന്റ് മെത്തേഡ്, 6 മാർക്കറ്റ് വാല്യൂ ആഫ്റ്റർ ഫർദർ പ്രോസസ്സിംഗ് മെത്തേഡ്, 7 നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്, ലാസ്റ്റ് വൺ റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ്. ഈ ഓരോ മെത്തേഡും നിങ്ങൾക്ക് പ്രാക്ടിക്കലി പ്രോബ്ലം ബേസ്ഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു എസ്സേ ടൈപ്പിൽ ചോദിക്കാം. നമുക്കപ്പോൾ ഈ ഓരോ മെത്തേഡും ഓരോ പ്രോബ്ലത്തിൽ ആ തിയറിയും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. ഫസ്റ്റ് നമ്മളിവിടെ നോക്കുന്നത് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡാണ്. ഫിസിക്കൽ യൂണിറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡാണ്. ഇതിലായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലംസ് കൂടുതൽ വരിക. അപ്പോൾ എന്താണ് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഇതിൽ എല്ലാ പ്രൊഡക്റ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആയിട്ടാണല്ലോ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജിൻ്റെ ബേസിസിലായിരിക്കും നമ്മളിവിടെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത്. അതാണ് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിൻ്റെ ഡിഫറൻസ്. എന്താണ്, ഇതിൽ ഓരോ പ്രൊഡക്റ്റിനെയും കോസ്റ്റ് സെപ്പറേറ്റ്ലി കാണുന്നില്ല. നോക്കിയേ, അണ്ടർ ദിസ് മെത്തേഡ് ദ ആവറേജ് കോസ്റ്റ് ഈസ് അറൈവ്ഡ് അറ്റ് ഫോർ ഓൾ ദ പ്രൊഡക്റ്റ് വിത്തൗട്ട് കാൽക്കുലേറ്റിംഗ് സെപ്പറേറ്റ്ലി ദ കോസ്റ്റ് ഓഫ് ഈച്ച് ജോയിൻറ്റ് പ്രൊഡക്റ്റ്. ദ ജോയിൻറ്റ് പ്രോസസ്സിംഗ് കോസ്റ്റ് ഇൻകർഡ് അപ് ടു ദ പോയിന്റ് ഓഫ് സെപ്പറേഷൻ ഈസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ടു ഗെറ്റ് ദ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ്. നോക്കിയേ, എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോ സെപ്പറേറ്റ് പ്രൊഡക്റ്റിൻ്റെയും ജോയിൻറ്റ് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ അതെല്ലാം ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്ത് നമ്മൾ ആവറേജ് പ്രോസസ്സിലെത്തുന്നു. ആ ആവറേജ് യൂണിറ്റിൻ്റെ ബേസിസിലായിരിക്കും ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത്. അതാണ് ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കാണുന്നില്ല. നമുക്കൊരു പ്രോബ്ലം നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ തന്നെ ഇല്ലുസ്ട്രേഷനാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫ്രം എ ജോയിൻറ്റ് പ്രൊഡക്ട്സ്, product A, B and C are obtained.
obtained, the joint cost of being rupees 1,50,000. The unit of the joint products were A 3,200, B 2,500 and C 1,800. Apportionment of joint cost among the product according to average unit cost method. അപ്പോൾ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിൽ ഇതിൻ്റെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എന്താ ആവറേജ് കോസ്റ്റാണ് കാണുന്നത് അല്ലേ. നമുക്കിപ്പോൾ ഇവിടെ 3 പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, എയും ബിയും സിയും. അതിൻ്റെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രൈസ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാം. അത് കാണാനുള്ള ഇക്വേഷൻ എല്ലാവരും കാണാൻ പഠിക്കുക. ജോയിൻറ്റ് പ്രോസസ്സിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്. അപ്പോൾ ആ പ്രോസസ്സിംഗ് കോസ്റ്റ് എത്ര അത് ടോട്ടൽ ചെയ്യുന്നു, അതിനെ ടോട്ടൽ ഔട്ട്പുട്ട് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ജോയിൻറ്റ് പ്രോസസ്സിംഗ് കോസ്റ്റ് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ജോയിൻറ്റ് പ്രോസസ്സിംഗ് കോസ്റ്റ് 1,50,000 എന്ന് വെച്ചാൽ ആ എല്ലാ പ്രൊഡക്റ്റും പ്രോസസ്സ് ചെയ്യാണ്ടാവുന്ന കോസ്റ്റ് 1,50,000 ആണ്. ഇനി നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് എത്രയെന്ന് നോക്കാം. ടോട്ടൽ ഔട്ട്പുട്ട് എക്ക് 3,200 എന്നും ബിക്ക് 2,500 എന്നും സിക്ക് 1,800 തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സിംഗ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തു ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, 20 ആണ്. ഇനി നമുക്ക് അപ്പോർച്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റ് എന്താണ്, നമുക്ക് എത്ര യൂണിറ്റ് ആണോ ഉള്ളത് 3,200 നമ്മളിവിടെ ആവറേജ് കോസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6,64,000. ബിയുടെ വരുമ്പോൾ 2,500 ഇൻറ്റു 20 50,000, 1,800 ഇൻറ്റു 20 36,000. ഇത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1,50,000 കിട്ടും. അപ്പോൾ നമ്മളൊക്കെ ആവറേജ് കോസ്റ്റ് വെച്ച് കണ്ടുപിടിച്ചിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഓരോ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാവുന്ന കോസ്റ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് സർവേ മെത്തേഡ് അല്ലേ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡാണ് സർവേ മെത്തേഡ്. ഇതിനകത്ത് നമ്മൾ ഈ ജോയിൻറ്റ് പ്രോസസ്സിൽ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത് പോയിൻ്റ് വാല്യൂ അല്ലെങ്കിൽ പെർസെൻറ്റേജ് അസൈൻഡ്. അപ്പം പോയിൻ്റ് വാല്യൂ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സർവേ മെത്തേഡിൽ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് കോസ്റ്റ് ആർ അപ്പോർഷൻഡ് ഓൺ ദി ബേസ് ഓഫ് പോയിൻ്റ് വാല്യൂ ഓർ പെർസെൻറ്റേജ് അസൈൻഡ് ടു ദി പ്രൊഡക്റ്റ് അക്കോർഡിംഗ് ടു ദെയർ റിലേറ്റീവ് ഇമ്പോർട്ടൻസ്. These point value or percentage are based on the technical survey of all the factors affecting the production and the distribution of joint product. ഈ ജോയിൻറ്റ് പ്രൊഡക്റ്റിനെയും ഡിസ്ട്രിബ്യൂഷനെയും ബാധിക്കുന്ന അല്ലെ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ കൺസിഡർ ചെയ്യും. ആദ്യം നമ്മൾ സർവേ നടത്തി അത് കണ്ടുപിടിക്കും. ആ വാല്യൂവിൻ്റെ ബേസിലായിരിക്കും സർവേ മെത്തേഡിൽ നമ്മൾ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത്. ആ പോയിന്റ് വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. In the timber industry, 3 grades of timber, grade A, grade B and grade C are obtained a split off point of milling operation at a cost of rupees 62,000. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് 62,000 ആണ് ടോട്ടൽ കോസ്റ്റ് അല്ലേ. The unit of 3 grades obtained are 600 units, 400 units and 200 units, A, B and C separately. Technical estimates show that the point value 6, 5 and 3 be assigned to each product or each grade A, B and C respectively. Show the statement showing the apportionment of joint cost. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇത് സർവേ മെത്തേഡാണെന്ന് മനസ്സിലാകുന്നത് എന്താ, ഇവിടെ പോയിന്റ് വാല്യൂ എടുത്ത് പറയുന്നുണ്ട് അല്ലേ. പോയിന്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചു. നോക്കിയേ, അപ്പോർച്ച്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാം അണ്ടർ സർവേ മെത്തേഡ്. നമുക്കിവിടെ 3 ഗ്രേഡ്സിലാണ് തന്നിരിക്കുന്നത് അല്ലേ. ടിമ്പേഴ്സ് ഗ്രേഡ് എ, ബി ആൻഡ് സി. അതിൻ്റെ യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് 600, 400, 200. ഓക്കെ, ഇതിന് വെയിറ്റ് അതിൻ്റെ പോയിന്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6, 5, 3. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈക്വലൻ യൂണിറ്റ്സ് കാണണം. ഓക്കെ, ഈക്വലൻ യൂണിറ്റ്സ് കാണുന്നത് കോസ്റ്റ് പെർ
ഈക്വലൻ്റ് യൂണിറ്റ്സിൻ്റെ ബേസിലാണ് നമ്മൾ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈക്വലൻ്റ് യൂണിറ്റ്സ് കാണുന്നത്. ഈക്വലൻ്റ് യൂണിറ്റ്സ് കാണാൻ തന്നിരിക്കുന്ന യൂണിറ്റ്സ് ഇൻറ്റു പോയിൻ്റ് വാല്യൂ ഓർ വെയിറ്റ് 600 × 6 3600, 400 × 5 2000, 200 × 3 600. ഇത് ടോട്ടൽ ചെയ്യുക, അതാണ് നമ്മുടെ ഈക്വലൻ്റ് യൂണിറ്റ്സ്. അപ്പോൾ കോളം നോക്കുക, ഗ്രേഡ്, യൂണിറ്റ്സ്, വെയിറ്റ് അല്ലെങ്കിൽ പോയിന്റ് വാല്യൂ, ഈക്വലൻ്റ് യൂണിറ്റ്സ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വലൻ്റ് യൂണിറ്റ് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഈ സർവേ മെത്തേഡിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഈക്വലൻ്റ് യൂണിറ്റ്സ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 62,000 ആണ്. ഈക്വലൻ്റ് യൂണിറ്റ്സ് നമ്മൾ ഗ്രേഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് 6,000, 6,200. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഈക്വലൻ്റ് യൂണിറ്റ് അല്ലെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ 10 ആണ്. അപ്പോൾ എല്ലാത്തിനും ഒരേ വാല്യൂ ആണ് 10. അപ്പോൾ നമ്മൾ ഈക്വലൻ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് കോസ്റ്റ്. 3,600 × 10 36,000, 2,000 × 10 20,000, 600 × 10 6,000. നമ്മളിത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇങ്ങനെയാണ് സർവേ മെത്തേഡിൽ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നതാണ്. ഒരു പോയിന്റ് വാല്യൂ വെക്കുന്നു, ആ പോയിന്റ് വാല്യൂവിൽ നിന്ന് ഈക്വലൻ്റ് യൂണിറ്റ്സ് കണ്ടുപിടിക്കുന്നു, അത് ടോട്ടൽ കോസ്റ്റ് എന്ന് ഡിവൈഡ് ചെയ്ത് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നു, കോസ്റ്റിനെ അപ്പോർച്ച്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്താണ് നമ്മൾ നോക്കുന്ന അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് എക്സാമിന് പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡിൽ നമ്മൾ അപ്പോർച്ച്മെൻറ്റ് ഓഫ് കോസ്റ്റിനെ അപ്പോർച്ച്മെൻറ്റ് നടത്തുന്നത് ബേസിസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ആ രണ്ട് കോസ്റ്റിൻ്റെ ബേസിസിൽ, ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ബേസിസിലാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡിൽ നമ്മൾ ഈ ജോയിൻറ്റ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുന്നത്. അപ്പോർച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് കോസ്റ്റിൻ്റെ ബേസിലാന്ന് പറഞ്ഞു, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ അപ്പോർച്ച്മെൻറ്റിന് നമ്മൾ അതിനായിട്ട് എടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ്റെ ബേസിലാണ് ഫിക്സഡ് കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റ് നടത്തുന്നത്. വേരിയബിൾ കോസ്റ്റ് നമ്മുടെ യൂണിറ്റ്സിൻ്റെ ബേസിസിലുമാണ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം കോൺട്രിബ്യൂഷനകത്ത് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും കോസ്റ്റ് അപ്പോർച്ച്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. 3 products A, B and C are produced from a common process. The total cost up to the split point is 23,300. That is fixed cost 3,300 plus variable cost 20,000. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട് 23,300 ആണ്. അതിൽ എത്ര ഫിക്സഡ് എത്ര വേരിയബിൾ തന്നിട്ടുണ്ട് അല്ലേ. The quantity of output produced and sold are 100 kg, 60 kg and 40 kg of product A, B and C of rupees 140, 130 and 120 per kg. Apportionment of joint cost under contribution margin method. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡിൽ അപ്പോർച്ച്മെൻറ്റ് നടത്താൻ ഓരോ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി തന്നു, അതിൻ്റെ ഓരോ ക്വാണ്ടിറ്റിയുടെ റേറ്റ് തന്നിട്ടുണ്ട് അല്ലേ, പെർ റേറ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാം. അതിൽ അപ്പോർച്ച്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന ഹെഡിങ് കൊടുക്കുക. പ്രൊഡക്റ്റ് ABC. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കാം. ഞാൻ എളുപ്പത്തിനുള്ള രീതിയിലാണ് വരച്ചേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ്. ഇങ്ങനെയാണ് വരുന്നത് വെച്ചാൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റിൻ്റെ ബേസിലാണ് അപ്പോർച്ച്മെൻറ്റ്. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റോട് ചേരുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അതിനുവേണ്ടി പ്രൊഡക്റ്റ് ABC എഴുതി. ഇനി നമുക്ക് സെയിൽസ് എത്രയാണെന്ന് നോക്കാം അല്ലേ. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് Aയുടെ എത്രയാണ്, എത്ര യൂണിറ്റ്സ് ആണെന്ന് നോക്കി, 100 kilograms ആണ്. എത്ര രൂപയ്ക്ക്? 140 രൂപയ്ക്ക് അല്ലേ. 100 × 140 14,000. ബിയുടെ നോക്കാം. ബി നോക്കിയേ 60 kg ആണ്, 130 rupees ആണ്. 60 × 130 6,000. അടുത്തത് 40 kilograms ആണ്, 40 × 120 4,000. അപ്പോൾ സെയിൽസ് നമുക്ക് കിട്ടിയത് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, പെർ യൂണിറ്റിൻ്റെ പ്രൈസും തന്നിട്ടുണ്ട്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സെയിൽസ് കണ്ടെത്തിയില്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? വേരിയബിൾ
കോസ്റ്റ് ആണ് വേണ്ടത് അല്ലേ. നമുക്ക് എങ്ങനെ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാം. സെയിൽസ് നമ്മൾ കിട്ടി, ഇനി വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് നമ്മൾ നോക്കുന്നത്, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു യൂണിറ്റിൻ്റെ ബേസിലാണ് അപ്പോഴ്ച്ച്മെൻറ്റ് നടത്തുന്നത്. വേരിയബിൾ കോസ്റ്റ് നമുക്കിവിടെ ഉണ്ട്. 20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് 20,000 ആണ്. നമുക്കതെങ്ങനെയാണ് അപ്പോഴ്ച്ച്മെൻറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് എത്രയാണ്? എയ്ക്ക് 100 kg ആണല്ലേ. അപ്പം 100 kg യൂണിറ്റ്സ് ആണ്. 100 ഡിവൈഡഡ് ബൈ ഈ 200 എങ്ങനെ കിട്ടി? ടോട്ടൽ കിലോഗ്രാം. 100 + 60 + 40 അപ്പോഴത്തേക്ക് 200. ഓക്കെ, അപ്പം നോക്കിയേ, യൂണിറ്റ്സിൻ്റെ ബേസിസിലാണ് ഏതിനെ വേരിയബിൾ കോസ്റ്റിനെ അപ്പോഴ്ച്ച്മെൻറ്റ് നടത്തുന്നത്. വേരിയബിൾ കോസ്റ്റ് 20 ആണ്. 20ൽ എയുടെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 100 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ kilograms. അപ്പോൾ 20,000 × 100 ഡിവൈഡഡ് ബൈ 200 ദാറ്റ് ഈസ് 10,000. അടുത്ത ബിയുടെ എങ്ങനെ ചെയ്യും നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് നോക്കാം 20,000 × 60 ഡിവൈഡഡ് ബൈ 200. സിയുടെ വരുമ്പോഴോ 20,000 × 40 ഡിവൈഡഡ് ബൈ 200. അപ്പം നമുക്ക് 4,000. വേരിയബിൾ കോസ്റ്റ് കിട്ടിയത് മനസ്സിലാകുന്ന ഓർക്കുന്നു. കോസ്റ്റ് ഏതാണ്? യൂണിറ്റ്സിൻ്റെ ബേസിൽ. അപ്പം വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു ആ കൺസേൺ പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ്. ഇനി നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലേ. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു കോൺട്രിബ്യൂഷൻ്റെ ബേസിലാണ്. കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടി. സെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ABC 14,000, 7,800, 4,800. വേരിയബിൾ കോസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 10,000, 6,000, 4,000. ഡിഫറൻസ് എടുക്കുക, ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ്റെ ബേസിലാണ് ഫിക്സഡ് കോസ്റ്റ് അപ്പോഴ്ച്ച്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ നോക്കിയേ, എത്രയാണ് കോൺട്രിബ്യൂഷൻ നോക്കാം. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് 3,300. അപ്പോൾ 3,300 ഇൻറ്റു എയുടെ കോൺട്രിബ്യൂഷൻ 4,000 ആണ്. 4,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ എടുക്കുക 4,000 + 1,800 + 800 എന്ന് പറഞ്ഞാൽ എത്ര? 6,600. അപ്പം ഫിക്സഡ് കോസ്റ്റ് 3,300 ഇൻറ്റു എയുടെ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. അതാണ് ഏതെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് അപ്പോഴ്ച്ച്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, എന്നിട്ട് അതുപോലെ തന്നെ ബിയുടെ സിയുടെ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്തിൻ്റെ ബേസിൽ? ഫിക്സഡ് കോസ്റ്റ് 3,300 ഇൻറ്റു 1,800 ഡിവൈഡഡ് ബൈ 6,600. അതുപോലെ സിയുടെയും കാണുക 3,300 ഇൻറ്റു 800 ഡിവൈഡഡ് ബൈ 6,600 ഫിക്സഡ് കോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ദാറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റ്. പ്രോഫിറ്റ് എങ്ങനെ കാണുന്നേ നോക്കുക. സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ദാറ്റ് ഈസ് 14,000 നിന്ന് 12,000 കുറയ്ക്കുമ്പോൾ 2,000 പ്രോഫിറ്റ് കിട്ടും. ഇതായിരിക്കും നമ്മുടെ പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡ്. ഏത് മെത്തേഡിൽ? കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ്. നിങ്ങൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഇവിടെ കോസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ അപ്പോർഷൻ ചെയ്യുന്നത് 2 കോസ്റ്റിൻ്റെ ബേസിലാണ്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ആണ് നമ്മൾ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂവിൻ്റെ ബേസിലും, വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ നമ്മുടെ യൂണിറ്റ്സിൻ്റെ ബേസിലും ആയിരിക്കും നമ്മൾ അപ്പോർച്ച്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, താങ്ക് യു.